നമസ്കാരം. സണ്ണി ജോസഫ് മന്ത്രിയായതോടെ ഒഴിവു വരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നിയമനം ഗ്രൂപ്പ് സമവാക്യങ്ങളിലും അധികാര വടംവലികളിലും കുടുങ്ങി പ്രതിസന്ധിയിലായി. സണ്ണി ജോസഫ് സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ചിട്ടും ആരാണ് അടുത്ത KPCC അമരക്കാരൻ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. മുതിർന്ന നേതാക്കളും MP-മാരും അടക്കം ഒരു വലിയ നിരയാണ് പ്രസിഡന്റ് കസേര ലക്ഷ്യമിട്ട് അരങ്ങിലും അണിയറയിലും കരുനീക്കങ്ങൾ നടത്തുന്നത്. ഹൈക്കമാൻഡ് നേരത്തെ വ്യക്തമാക്കിയ പ്രധാന നിബന്ധന ലംഘിക്കപ്പെടുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. നിയമസഭയിലേക്ക് മത്സരിച്ചവർ ജയിച്ചാലും തോറ്റാലും മറ്റൊരു പദവി നൽകില്ല എന്നായിരുന്നു AICC നൽകിയ സന്ദേശം. ഈ പൊതു മാനദണ്ഡം നടപ്പാക്കണമെന്ന ആവശ്യം പ്രവർത്തകരിൽ നിന്ന് തന്നെ ശക്തമാണ്. എന്നാൽ ഈ മാനദണ്ഡങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോഴത്തെ അധ്യക്ഷ സ്ഥാനമോഹികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. നിലവിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചരട് വലിക്കുന്നവരിൽ മിക്കവരും ഒന്നെങ്കിൽ MP-മാരാണ്, അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടവരാണ്. ഈ സാഹചര്യത്തിലാണ് ജോസഫ് വാഴക്കന്റെ പേര് ശ്രദ്ധേയമാകുന്നത്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് നൽകാതിരുന്നിട്ടും ഏറ്റുമാനൂരിൽ മത്സരിക്കുമെന്ന് ഉറപ്പ് നൽകി പോസ്റ്റർ പോലും അടിച്ച ശേഷം അവസാന നിമിഷം സീറ്റ് നിഷേധിക്കപ്പെട്ട നേതാവാണ് അദ്ദേഹം. എന്നിട്ടും പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കാതെ പരസ്യ പ്രതിഷേധത്തിന് പോലും മുതിരാതെ അദ്ദേഹം കാണിച്ച കൂറ് ഹൈക്കമാൻഡ് തിരിച്ചറിയേണ്ടതുണ്ട്. KPCC അധ്യക്ഷനാകാൻ വേണ്ട എല്ലാ സംഘടനാ യോഗ്യതകളും വാഴക്കിലുണ്ട്. നേരത്തെ ബെന്നി ബെഹനാൻ ഏറെക്കുറെ സ്ഥാനം ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയായതോടെ സമാന പദവികൾ ഒരേ ജില്ലയിൽ നിന്നാകരുതെന്ന വാദം ഉയർന്നു. ഇതോടെ കൊടിക്കുന്നിൽ സുരേഷ് ദളിത് കാർഡ് ഇറക്കി നീക്കം ശക്തമാക്കി. രമേശ് ചെന്നിത്തലയാകട്ടെ VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തപ്പോൾ പകരമായി ജോസഫ് വാഴക്കിനെ അധ്യക്ഷനാക്കണമെന്ന ഉപാധിയാണ് മുന്നോട്ട് വെച്ചത്. ഈ വടംവലിക്കിടയിലും KC ജോസഫ്, VS ശിവകുമാർ, ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ, അടൂർ പ്രകാശ് എന്നിവരും അധ്യക്ഷ പദവി മോഹിക്കുന്നുണ്ട്. ഇതിനു പുറമെ പ്രസിഡന്റിനൊപ്പം PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നീ വർക്കിംഗ് പ്രസിഡന്റുമാർക്കും പകരക്കാരെ കണ്ടെത്തണം. സണ്ണി ജോസഫ് പ്രസിഡന്റായി തുടരുന്നതിനെതിരെ കോഴിക്കോട്, തൃശൂർ, കോട്ടയം എന്നിവിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത് ഗ്രൂപ്പ് പോര് തെരുവിലിറങ്ങി എന്നതിന്റെ തെളിവാണ്. തനിക്ക് കൂടി സ്വീകാര്യനായ ആളു മാത്രമേ പ്രസിഡന്റ് ആകാവൂ എന്ന VD സതീശന്റെ കടുംപിടുത്തവും ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്നു. ജനറൽ സെക്രട്ടറിമാരെ നിയമിച്ചെങ്കിലും സെക്രട്ടറിമാരെ ഇനിയും നിയമിച്ചിട്ടില്ല എന്നത് സംഘടനയുടെ ദുർബലാവസ്ഥയാണ് കാണിക്കുന്നത്. ഏത് തീരുമാനമുണ്ടായാലും ഇരട്ട പദവി എന്ന ആശയത്തിന് ഹൈക്കമാൻഡ് വഴങ്ങില്ല. അവസാനം KC വേണുഗോപാലിന്റെ അഭിപ്രായമാകും ഹൈക്കമാൻഡ് അംഗീകരിക്കുകയെന്ന് ഉറപ്പാണ്. പാർട്ടിയുടെ സംഘടനാപരമായ നിലനിൽപ്പിനേക്കാൾ വ്യക്തി താല്പര്യങ്ങളുടെ സംരക്ഷണത്തിനായി നേതാക്കൾ നടത്തുന്ന ഈ വടംവലി കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൂടി കസേരയ്ക്കായി കത്തെഴുതിയതോടെ മത്സരം കടുപ്പമായി. കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ പാദസേവ നടത്തുന്നവരും ജനകീയ അടിത്തറയുള്ളവരും തമ്മിലുള്ള പോരാട്ടമാണിത്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടവർക്ക് സംഘടനയിൽ പദവി നൽകുമെന്ന സൂചനയാണോ വരാനിരിക്കുന്നത്, അതോ നിലവിലെ നിയമം കാത്തുസൂക്ഷിക്കുമെന്നത് കാത്തിരുന്നു കാണണം. വാഴക്കനെ പോലെ കൂറുള്ളവരെ അവഗണിച്ചാൽ അത് വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കും. പ്രശ്നപരിഹാരത്തിന് AICC നേതൃത്വം എത്രയും വേഗം ഇടപെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് യുദ്ധം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയായിരിക്കും പാർട്ടിക്ക് സമ്മാനിക്കുക.